ഞാൻ കുളിക്കാൻ പോകുന്നു. എത്ര ദിവസമായി വീട്ടിൽ നിന്നൊന്ന് കുളിച്ചിട്ട്. 7 ദിവസം വെള്ളം എന്ന് പറയുന്ന സാധനം പോലും തൊട്ടില്ല. പക്ഷെ അതുകൊണ്ടാട്ടോ ഇങ്ങനെ എണീച്ച് നിൽക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എന്നെ കാണുമ്പോഴത്തേക്ക് എന്ത് കോലമായിരുന്നു. ഇപ്പോഴും റെഡി ആയിട്ടൊന്നുമില്ല. കൈയൊക്കെ ഇപ്പോൾ പൊക്കാൻ പറ്റുന്നുണ്ട്. മറ്റേ ഈ കൈയാണ് മൊത്തത്തിൽ അങ്ങ് മരം പോലെ ആയിപ്പോയി, മരവിച്ച് പോയി. ആരും ടെൻഷൻ കൊടുത്ത് അടിക്കരുത്. എത്ര പേർക്ക് ധൈര്യം ഉണ്ടെന്നറിയില്ല വിത്തൗട്ട് മേക്കപ്പിലോ അല്ലെങ്കിൽ അത്രയും മോശമായിട്ടുള്ള കോലത്തിലോ ഒക്കെ അപ്പോഴെങ്ങനെയാണോ അതുപോലെ വീഡിയോ ചെയ്യാൻ എത്ര പേർക്ക് ധൈര്യം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണേന്നറിയോ? ഭയങ്കര വെയിൽ. എൻ്റെ ഓരോ ദിവസങ്ങളും ഞാൻ FBയിലാണെങ്കിൽ തലക്കിലേക്കൊക്കെ പോസ്റ്റ് ചെയ്യണം. എൻ്റെ ഓരോ ദിവസത്തെയും പണ്ട് കുഞ്ഞിലെ എനിക്ക് ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഡയറി കുറിപ്പ് കണക്കാണ്, എൻ്റെ ഓർമ്മകളാണ്. ഇഷ്ടമുള്ളവർക്ക് കാണാം, കാണാതിരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ എൻ്റെ ഓരോ ദിവസം അതുകൊണ്ട്, കാരണം ആ ദിവസം ആ സമയം ഞാൻ ഇങ്ങനെയായിരുന്നു, അതും കഴിഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ ഇത്രയും സന്തോഷത്തിലായിരുന്നു എന്നുള്ള എൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ ദിവസവും. വേറെ ഇപ്പോൾ കാരണം നമുക്കിപ്പോൾ ഇത്രയും ഈ കാലത്ത് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മളത് യൂസ് ചെയ്ത് ഉപയോഗപ്പെടുത്തുന്നു, അത്രയേ ഉള്ളൂ. മുടിയെല്ലാം കൊഴിഞ്ഞ് തീർന്ന്, ഫുള്ള് കൊഴിഞ്ഞ് തീർന്ന്. ഇന്നിപ്പോൾ ഇതെല്ലാം വാഷ് ചെയ്ത് കളയണം. അതുകൊണ്ടാണ്. കാരണം ഇന്ന് ഞാൻ ഇങ്ങനെയായിരുന്നു, ഈ കോലത്തിലായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു. ചിലപ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ വേറെ ആയിരിക്കും, 2 വർഷം കഴിയുമ്പോൾ വേറെ ആയിരിക്കും. എനിക്കിവിടെ ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ സ്റ്റേജിലൂടെ പണ്ടൊക്കെ ഒരുപാട് സമയം കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ സോഷ്യൽ മീഡിയയും നിങ്ങളെയൊക്കെ പോലെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ മിണ്ടാനും പറയാനും ഒക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് റിക്കവറി ആയി വന്നേനായിരുന്നു ഞാൻ അങ്ങനെ ചിന്തിക്കുക. കാരണം കുറേ ഈ ചിന്തിച്ചിരിക്കുന്ന വെറുതെ ഇരിക്കുമ്പോഴാണ് മനസ്സിങ്ങനെ നമ്മൾ ഉറങ്ങുന്ന സമയം അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയമൊക്കെ ഉണ്ടല്ലോ, ആ സമയത്താണ് നമ്മളുടെ ചിന്തകൾ ഇങ്ങനെ ഇതാവുന്നത്. അപ്പോൾ നിങ്ങളോടിങ്ങനെ സംസാരിക്കുന്ന സമയം അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ എടുക്കുന്ന സമയമൊക്കെ ആ ചിന്തകൾ അതിൽ നിന്ന് പോകുമല്ലോ. നമ്മൾ പ്രത്യക്ഷത്തിൽ സോഷ്യൽ മീഡിയ ഫ്രണ്ട്സ് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും, പക്ഷേ അവരുടെ സപ്പോർട്ട് അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ഇങ്ങനെ സംസാരിക്കാനുണ്ട് എന്നൊക്കെ ഒരു തോന്നലുണ്ടല്ലോ. നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ആണെങ്കിലും നമുക്ക് കിട്ടുന്ന അത് ഡോക്ടേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ആണെങ്കിലും സൈക്കാട്രിസ്റ്റ് ആണെങ്കിലും ഒക്കെ പറയണത്. കാരണം ആരോടെങ്കിലും ഒക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കും, അപ്പോൾ കുറേ ടെൻഷനൊക്കെ മാറുമെന്ന്. പക്ഷെ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഇതാക്കിയിട്ട് അവസാനം അവരായിരിക്കും ഏറ്റവും വലിയ തലവേദന. അപ്പോൾ എനിവേ താങ്ക് യു. നിങ്ങളാണ് കേട്ടോ എന്നെ എത്ര പെട്ടെന്ന് ഇങ്ങനെ എണീപ്പിച്ച് എന്നും കേട്ടോ, എല്ലാ കാലത്തും. അത് സ്കൂളിൽ പഠിക്കുമ്പോഴാവട്ടെ അല്ലെങ്കിൽ അയൽവക്കക്കാരാവട്ടെ അല്ലെങ്കിൽ എവിടെയാണെങ്കിൽ പോലും എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ കുറേ നല്ല നന്മയുള്ള സുഹൃത്തുക്കളാണ്. സ്കൂൾ ടൈം തൊട്ട് അതിന് ചെറുപ്പം തൊട്ടാണെങ്കിൽ പോലും ഒക്കെ ഇതായി കഴുത്തൊക്കെ നല്ല കറുത്തു, ഭയങ്കരമായിട്ട് എന്തോ പോലെ ആയല്ലേ. 2-3 ആഴ്ച കൊണ്ട് ലാസ്റ്റ് എനിക്ക് പൈലറ്റ് ട്രെയിനിങ്ങിനുള്ള ഏവിയേഷൻ CPLൻ്റെ കോഴ്സിന് അഡ്മിഷൻ കിട്ടിയതാണ് ഞാൻ ലാസ്റ്റ് സന്തോഷത്തോടു കൂടി പങ്കുവെച്ചത്. അന്ന് ഞാനത് പോസ്റ്റ് ചെയ്തോ ഇല്ലേന്ന് അറിയില്ല, ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. കാരണം എനിക്ക് എന്ത് സന്തോഷം വന്നാലും അതിന് ഒരു അധികം ഡ്യൂറേഷൻ ഉണ്ടാവില്ല, പെട്ടെന്ന് അതിൻ്റെ 4 ഇരട്ടിയായിട്ട് ദുഃഖം. എൻ്റെ ജീവിതത്തിൽ എന്നും അങ്ങനെ കേട്ടോ, എൻ്റെ ലൈഫിൽ അറിയാറായ കാലം തൊട്ടേ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായിരിക്കും എന്ന് ചിന്തിച്ച് തീരുന്നതിന് മുൻപേ എന്താ പറയുക, വെട്ടിയിട്ട വാഴകൾക്ക് വീഴുന്ന പോലെ ഒരു ഷോക്ക് ഉണ്ടായി. ഷോക്കതിന് മുമ്പേ ഉണ്ടായി, പക്ഷെ ഞാൻ അറിഞ്ഞത് എപ്പോഴായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒറ്റ വീഴ്ചങ്ങ് വീണ് 13. അയ്യോ എൻ്റെ പൊന്നു, സംസാരിച്ച് ഒരു പറ്റല് പറ്റി കേസ്. അയ്യോ എന്ത് ചെയ്യും? എൻ്റെ പൊന്നു വൃത്തിയാക്കിയിട്ട സ്ഥലമായിരുന്നു. ഞാനിങ്ങനെ വലിയ കാര്യത്തിൽ ഇവിടേക്ക് ഇങ്ങനെ ചാരി നിന്നേ ആ സാധനം വന്നെങ്കിൽ തറയെ വീണ് അവിടെ മുഴുവൻ ഇതായി പോയി. ഞാനൊന്ന് വൃത്തിയാക്കട്ടെ. എനിക്കാണെങ്കിൽ കുനിഞ്ഞിരുന്ന് ഇങ്ങനെ ഇതാക്കാനൊന്നും പറ്റില്ല. എനിക്ക് ഈ ഷോൾഡറിൻ്റെ ഇവിടെ ആയിരുന്നു, കാരണം മസിൽ മുഴുവൻ അങ്ങ് സ്റ്റിഫായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ലൈറ്റ് അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാനിപ്പോൾ എന്തോയോ അവൾ കാണുന്നതിന് മുമ്പേ പാവ 3 മണിക്കൂറോളം നിന്ന് ഇതാക്കിയത് അവിടെ എടുത്ത് വെച്ചിരുന്നത് തറയെ വീണ് പോയി. കഷ്ടപ്പെട്ട് ചെയ്തതാ പാവം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി തന്നിട്ട് ഭക്ഷണം ഇപ്പം ഞാൻ 2 നേരം എങ്ങനെയെങ്കിലും കഴിക്കാൻ തുടങ്ങി, ഏതെങ്കിലും തരത്തിൽ. മറ്റത് ഫുഡ് കഴിക്കലില്ല, അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഡോക്ടേഴ്സ് എപ്പോഴും എന്നെ ചീത്ത പറയണതും അൾസർ ഉണ്ടാക്കി വെക്കണതും ഒക്കെ. ഭക്ഷണം തീരെ കഴിക്കേയില്ല, ഭയങ്കര വെയിൽ. ഭക്ഷണം തീരെ കഴിക്കേയില്ല കേട്ടോ. അത് പണ്ട് തൊട്ടേ അങ്ങനെയുള്ളൊരു ശീലമായി പോയി. എന്താണെന്നറിയില്ല. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു കുഞ്ഞിലെ ഞാൻ ഭയങ്കര ടോക്കറ്റീവായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ അത്ര ഒരു ഉൾവലിഞ്ഞ ലൈഫായിരുന്നു. പക്ഷെ നിങ്ങളെയൊക്കെ കണ്ടതിന് ശേഷം, നിങ്ങളെയൊക്കെ തയ്ക്കിയ ശേഷം എനിക്കങ്ങ് സംസാരിച്ചാലും മതി വരാത്തത് പോലെയാണ്. എത്രയോ വർഷങ്ങളോളം ആരോടും ഞാൻ ഒന്നും സംസാരിക്കും എന്ന് വെച്ചാൽ ആവശ്യത്തിന് മാത്രം, എന്തെങ്കിലും പറഞ്ഞാൽ അത് മാത്രം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഇപ്പം ഭയങ്കര വെയിൽ.
നല്ല 3 ദിവസം എനിക്ക് മൈഗ്രെയിൻ കാരണം തീരെ അനങ്ങാൻ വയ്യായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ, പുറത്ത് നിൽക്കാൻ വയ്യ. ആ മണ്ണ് മുഴുവൻ അവിടെ ആയിപ്പോയി, എന്നെ ഫുൾ ഇതാക്കിയതായിരുന്നു. ഇനിയിപ്പോൾ അതൊന്നും ഇപ്പോൾ എന്താ ചെയ്യാന്നറിയില്ല. അവൾ എന്നെ വൃത്തിയാക്കേണ്ടി വരും. എനിക്കവിടെ ഇരുന്ന് വൃത്തിയാക്കാൻ പറ്റില്ല. ഞാൻ പോയി ഒന്ന് കുളിക്കട്ടെ. ഇപ്പം ഈ എണ്ണയും അതും ഇതൊക്കെ ഒന്ന് കഴുകിക്കളയാൻ. ഭയങ്കരമായിട്ട് ഡാർക്കായിരുന്നു. അത് അവർ പറയുകയും ചെയ്തു, ചൂടെണ്ണ ഇങ്ങനെ ദിവസങ്ങളോളം ഇതാക്കുകയും കിഴിയിടുകയും ചൂട് മറ്റേ ധാന്യ വെള്ളത്തിലൊക്കെ ഇങ്ങനെ മണിക്കൂറോളം വേദിടുകയൊക്കെ ചെയ്തിട്ട് ഫുൾ ഡാർക്കായിരുന്നു.